സംസ്ഥാനത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ദിവസത്തിലാണ്. പരസ്യപ്രചാരണം ഇന്ന് കൊട്ടിക്കലാശത്തോടെ വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു പ്രധാനമായും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നത്. പൊടിപാറിയ പ്രചാരണമാണ് നമുക്ക് എല്ലായിടങ്ങളിലും കാണാൻ കഴിഞ്ഞത്. വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിജിൻ, 40 ദിവസത്തോളം നീണ്ടുനിന്ന ആവേശകരമായ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. ഇനി വൈകിട്ട് ഏറ്റവും ആവേശകരമായ കൊട്ടിക്കലാശം. മനു, തീർച്ചയായും 2 മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ്, പരസ്യ പ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടാണ് ഇന്ന് ഏകദേശം 2 മണിക്കൂർ കഴിയുന്നതോട് 3 മണിയോടുകൂടി ഈ കൊട്ടിക്കലാശത്തിലേക്ക് മുന്നണികൾ കടക്കും. വിവിധ കേന്ദ്രങ്ങളിലായിട്ടാണ് കൊട്ടിക്കലാശം നടക്കുക. എന്തായാലും അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പോലീസ് തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ 2 മാസക്കാലമായി നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം. 3 മുന്നണികളും അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പൂർണ്ണമായും ചിത്രം തെളിഞ്ഞതോടുകൂടി വലിയ ആവേശത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കടന്നു. എന്തായാലും LDF തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് നേടിയ മുൻതൂക്കം ഇങ്ങോളം തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തി നിൽക്കുന്ന സമയം വരെ LDFന് അത് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ വർഗീയ രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയായിരുന്നു മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയ നിലപാടുകൾ തുറന്നുകാട്ടി. ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ ഒക്കെ അരക്ഷിതാവസ്ഥ നേരിടുന്ന കാര്യങ്ങൾ എല്ലാം പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയായിരുന്നു മുഖ്യമന്ത്രിയും LDF നേതാക്കളും സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഈ കേരളത്തിലെ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയിച്ച MP-മാർ കേരളത്തിന് വേണ്ടിയോ ഈ വിഷയങ്ങളിൽ പോലും നിലപാടെടുക്കാൻ കഴിയാത്തവരായി മാറി അവർ നിശബ്ദരായി നിൽക്കുന്ന കാര്യവും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടന്നു. എന്നാൽ UDFൻ്റെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരുന്നത് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു ഉണ്ടായിരുന്നത്. NDA ക്യാമ്പിൽ ആദ്യഘട്ടങ്ങളിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തിയ ശേഷം വലിയ രീതിയിലുള്ള ആവേശം ആ സമയത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വലിയ ദേശീയ നേതാക്കളെയൊന്നും എത്തിക്കാൻ കഴിഞ്ഞില്ല. അമിത്ഷായുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിരുന്നെങ്കിലും അമിത്ഷാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലേക്ക് എത്തിയത് പോലുമില്ല. അത്തരം പ്രതിസന്ധികൾ NDAക്ക് നേരിടേണ്ടിയും വന്നു. എന്തായാലും അത്തരം ചോദ്യങ്ങൾ ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖരനോടും ഒപ്പം തന്നെ V മുരളീധരൻ, ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന 2 മണ്ഡലമാണ് തിരുവനന്തപുരത്തും ആറ്റിങ്ങൽ മണ്ഡലവും എന്ന് പറയുന്നത്. അവിടെ പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അമിത്ഷാ എത്തിയില്ല എന്ന വിമർശനം ഈ BJPക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും 2 മാസക്കാലം നീണ്ടുനിന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് 2 മാസത്തോളം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ പ്രചാരണത്തിന്റെ തുടക്കത്തിൽ നിന്ന് ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറിയത് എങ്ങനെയാണ്? മുന്നണികളുടെ വിലയിരുത്തലുകൾ ഏത് രീതിയിലാണ്? മനു, തീർച്ചയായും ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേന്ദ്ര സർക്കാരിന് നിലപാടുകളെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു മുഖ്യമന്ത്രി അതിന് നേതൃത്വം നൽകിയത്. മുഖ്യമന്ത്രി ആദ്യഘട്ടം മുതൽ അത് വിശദീകരിച്ചുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏറ്റവും അവസാനത്തേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഈ നരേന്ദ്രമോദിയുടെ വിവാദ മുസ്ലിം വിരുദ്ധ പ്രസ്താവന ഉൾപ്പെടെ അത്തരം വിഷയങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ വിഷയം മാറുന്നു എന്നുള്ളതാണ്. ആദ്യം തന്നെ LDF ഉയർത്തിയ നിലപാട് പൂർണ്ണമായും ശരിവെക്കുന്ന രീതിയിലുള്ള പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അത്തരം പ്രസ്താവനകൾ കൂടി ചർച്ചയാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ കോൺഗ്രസിൻ്റെ CAA ഈ വിഷയത്തിലുള്ള നിലപാടില്ലായ്മ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയായിരുന്നു LDFൻ്റെ പ്രചാരണം. ഇന്ന് ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കൊട്ടിക്കലാശത്തിന്.